അടുത്തൊരു റൈഡ് പോകാനായിട്ട് അങ്ങനെ ഇറങ്ങാണ്. ആദ്യം രാവിലെ തന്നെ എണീറ്റ് ഫുൾ സെറ്റായി മോർണിംഗ് സൺറൈസ് അവിടെ സ്പോട്ടിൽ കാണണം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഇറങ്ങണത്. അപ്പോൾ എന്തായാലും വീഡിയോയുടെ തമ്പനയിൽ എന്തായാലും ഇപ്പം തന്നെ കണ്ടിട്ടുണ്ടാവും. നീലക്കുറിഞ്ഞിയുടെയാണ് എന്ന് വെച്ചാൽ അതിപ്പോൾ പൂത്ത് കഴിഞ്ഞിട്ട് കുറച്ചധികം നാളുകളായി. പക്ഷേ വീഡിയോ ഇറക്കാൻ കുറേ വൈകി. കുറേ വൈകി. കയ്യിൽ ഇനി യാത്രയുള്ള വീഡിയോ ഉണ്ട്. പക്ഷേ ഈ വീഡിയോ ഇറക്കേണ്ട ടൈം ഇപ്പോഴല്ല, കുറച്ചധികം നാൾ വൈകിപ്പോയി. നിങ്ങളുടെ മാച്ചിങ് കോമ്പിനേഷനാ. തൊപ്പി, കുടി, നീല കളറ്. ഞാനൊരു കോട്ടും കൂടി ഉണ്ടാവും. എടാ കള്ളിപ്പാറ അടിച്ച പോരെ. എടാ എന്തായാലും നിങ്ങളുടെ പിന്നാലെ ആയിരിക്കും നിങ്ങൾ വിട്ടടിച്ചോ. എടാ കാറിന്റെ ഉള്ളിൽ നിങ്ങളുടെ ലൊക്കേഷൻ നോക്കിയോ, എന്താ നെറ്റ് ഉണ്ടല്ലോ. ഒരു കാറും 2 ബൈക്കുമാണ് ഇന്നത്തെ യാത്രയിൽ പോണത്. എന്തായാലും കാറിനെ പിന്നാലെ പിടിച്ച് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒടുക്കത്തെ ലാഗ് ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് കയറിപ്പോയി. സൺറൈസ് എന്തായാലും പോണ റൂട്ടിൽ കാണാൻ, അവിടെ എത്തിയിട്ട് കാണാമെന്നുള്ള പ്ലാനായിരുന്നു. അത് ചെറുതായിട്ടൊന്ന് മൂഞ്ചി, കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഒരു ചായയൊക്കെ അടിച്ച് ആ സൺറൈസും കണ്ടിരിക്കുകയാണ്. അതിരാവിലെ ഒരു 6 മണി 6:30 ടൈമിൽ ഇതുപോലൊരു വ്യൂ, ആ തണുപ്പും പിന്നെ കയ്യിലൊരു ചായയും. എന്താ വൈബ്. എന്തായാലും അവന്മാർ വരാൻ ലാഗടിക്കും. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ അടിച്ച് അങ്ങോട്ട് ഇരിക്കുകയാണ്. അവർ കാറിൽ വന്നത് കൊണ്ട് തന്നെ നല്ല ലാഗുണ്ടോ. ചായ കുടിച്ച് തീർത്താൽ പോലും അവരെത്തൂല. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഇവിടെ വൈബ് അടിച്ചിരുന്ന് ഇങ്ങനെ വ്യൂ ഒക്കെ കണ്ടിരിക്കാനുള്ളൊരു ടൈം അടക്കമുണ്ട്. ഏതോ ഒരു വണ്ടിയിൽ ചെളി അങ്ങോട്ട് എത്തി. ഇപ്പം ഞങ്ങൾ നീലക്കുറിഞ്ഞി കാണാൻ പോണത് ഗൂഗിൾ മാപ്പ് വഴിയാണ്. ഗൂഗിൾ മാപ്പിൽ കള്ളിപ്പാറ എന്ന സ്പോട്ട് കണ്ടിട്ട് ആ വഴിയാണ് പോണത്. പക്ഷേ അതൊരു അബദ്ധമാണ് ഞങ്ങൾ കാട്ടണത്. ഞങ്ങളിപ്പം മനസ്സിലാക്കിയില്ല. കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് അബദ്ധം മനസ്സിലാക്കിയത്. ഇപ്പം അതേ ഇവിടെ നിന്ന് ഇറങ്ങി പോണ സമയത്ത് ചെറിയൊരു അബദ്ധം ഉണ്ടായി. റോഡ് നല്ല അടിപൊളി റോഡാണ്. പക്ഷേ ചരൽ നന്നായിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നല്ല റോഡൊക്കെ കണ്ട് പോയി കഴിയുമ്പോഴേക്കും ഒട്ടും പ്രതീക്ഷിക്കാതെ ചില വളവിൽ ചരൽ തന്നെ. അങ്ങനെ ഒരു അബദ്ധം എനിക്കും പറ്റി. അതേ ഈ വളവ് തന്നെ കാണാൻ പറ്റുമത്. എൻ്റെ പൊന്നോ, ചരല് സേഫ്. അളിയാ എൻ്റെ വണ്ടി സ്കിഡായടാ. ഫ്രണ്ട് ടയർ സ്കിഡായിക്കിന് പോയി എന്നെ. എന്നിട്ടെന്താ ഞാൻ റിക്കവർ ചെയ്തു. അതൊക്കെ ചക്കയ്ക്ക് രക്ഷപ്പെട്ടാണ്. ആ വിചാരിച്ച സമയത്ത് കൃത്യമായിട്ട് റിക്കവർ ചെയ്തില്ലെങ്കിൽ അതേ കിടക്കാം. നോക്കി കൈമൊക്കെയും പെയിൻറ്റുമായിട്ട് ഒന്ന് അരഞ്ഞ് കിടക്കാം റോട്ടിൽ. പോണ റൂട്ടിൽ നല്ല വൈബായി തുടങ്ങിയിട്ടുണ്ട്. കോടയൊക്കെ വന്ന് അതിരാവിലെ 6 മണിക്കുള്ളൊരു കോടയൊന്നും അല്ല, സൺറൈസ് കോടയല്ല, അല്ലാതെ മല കയറുന്നൊരു കോടയിപ്പോൾ. ആ ലൊക്കേഷൻ ഒന്ന് ഏൽപ്പിച്ചേ. എടാ മറ്റേ കള്ളിപ്പാറയുടെ ലൊക്കേഷൻ ഒന്ന് പറയാൻ. ചേട്ടാ
മറ്റേ കള്ളിപ്പാറയുടെ ലൊക്കേഷൻ ഒന്ന് ലൊക്കേഷൻ ആയിട്ടില്ല. ഇപ്പൊ ഞങ്ങള് അവിടുന്ന് ഒരു പുള്ളിയോട് ചോദിച്ചപ്പം പറഞ്ഞത് ശാന്തമ്പാറ ഇട്ടിട്ട് അവിടുന്ന് ഒന്ന് കള്ളിപ്പാറ ഇടും, അപ്പൊ കിട്ടുമായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ ശാന്തമ്പാറ ഇട്ടിട്ട് ശാന്തമ്പാറ ഇട്ടിട്ട്. എടാ ഇത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഷോക്കായിരിക്കും. 12 വർഷത്തിൽ എങ്ങാണ്ട് ഉണ്ടാവണതാണ്. അങ്ങനെ ഏതവനാണ് ഗൂഗിൾ റിവ്യൂടെ ഉള്ളില് ഞാനത് കണ്ട് ഒറ്റ ഫോട്ടോ എങ്ങാണ്ട് പക്ഷെ 2 ഫോട്ടോ എടുക്കുന്നുണ്ട്. അത് ഏതോ തെണ്ടികള് ആ മാപ്പില് വെറുതെ ഫോട്ടോ ഇട്ടേക്കുന്നതാണ്. ഇവര് ഇനി ഇവിടുന്ന് 40 കിലോമീറ്റർ ഉണ്ടെന്ന് തിരിച്ചു പോണം അവര്. ആ വന്ന വഴിയല്ലാന്നാണ്, വേറെ ഏത് വഴിയാ? ഇത് ശാന്തപ്പാറയോ? 40 കിലോമീറ്റർ. അടാ അവരുടെ ലൊക്കേഷൻ ഉണ്ടോ? അതാണ് ഞാൻ ചോദിക്കാൻ പോയത്. ശാന്തമ്പാറ എടുത്ത് ലൊക്കേഷൻ ഇല്ലടാ. എന്റെ ശാന്തപ്പാറ ചെന്നിട്ട് വേറെ എവിടേക്കും പോണോന്ന് പറഞ്ഞു. എന്തുട്ട് ചെയ്യണ്ടേന്ന് നിന്റെ അടുത്ത് ജിറ്റോ? ഇതിന് പോയിട്ട് കാര്യമുള്ളൂ, അതാണ് ഞാൻ പറഞ്ഞത്. തിരിക്ക ഇപ്പൊ പോയി കഴിഞ്ഞാൽ നീ ഹെൽമെറ്റ് എടാ നിക്ക് ഇവിടെ ആളും കൂടി വന്നേ, ഒരു മിനിറ്റ്. അല്ല അത് നീലക്കുറിഞ്ഞി നോക്കിട്ട് തന്നെ പോയത്. ആ എടാ വണ്ടി തിരിച്ചു വന്നാടാ. വാ തിരിക്ക് വാ വഴിയിലുണ്ട്, വാ. ശരി, ആ മാപ്പിൽ റിപ്പോർട്ട് ചെയ്തേ. മാപ്പിൽ റിപ്പോർട്ട് ചെയ്യും. ആ ഇമേജും മറ്റേതും തെറ്റെന്ന് പറഞ്ഞ് ഇപ്പൊ തന്നെ റിപ്പോർട്ട് ചെയ്യും. സ്ഥലത്തിന്റെ പേര് ശാന്തമ്പാറ. ഇവിടെ 40 കിലോമീറ്റർ. മാപ്പിൽ അത് ഇപ്പൊ തന്നെ എടുത്തോളാം. എന്തായാലും നമ്മളെന്തായാലും ഗൂഗിൾ മാപ്പിൽ ലെവലിൽ കയറി കിടക്കുന്നുണ്ട്. സ്ഥലം അറിയോ? 40 കിലോമീറ്റർ എന്ന് പറയുമ്പോ ഏകദേശം 2 മണിക്കൂറാ. ഓ നമ്മളെ കട്ട് ചെയ്ത് കയറിയതിന്ന് പിന്നെ തിരിഞ്ഞ് അങ്ങോട്ട് പോകണം. മൂന്നാറിലേക്ക് കഴിയണോ? അതന്നെ എല്ലാവരും പറ്റിച്ച്. ആരോ അതല്ല ഇവിടെ ആണെന്നും പറഞ്ഞിട്ടാണ് ഇട്ടേക്കണേ. അതല്ല ഇവിടത്തെ സ്പോട്ടില്ലേ, ഫോട്ടോയുടെ ഉള്ളില് നീലക്കുറിഞ്ഞിയുടെ ഫോട്ടോ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്നൊരു 1.5 മണിക്കൂർ, ഇനിയൊരു 1.5 മണിക്കൂർ. 45 കിലോമീറ്റർ കൂടെ. അടിപൊളി. ആ എന്റെ ബാറ്ററി ഓണായി കിടക്കാം. അപ്പം ഇതാണെന്ന് വെച്ച് ഓർത്ത് ഇതിന്റെ അകത്തായിരിക്കും ആ പടം ഇട്ടേക്കുന്നത്. ഞാൻ റിപ്പോർട്ട് ചെയ്യണം മോള്. നീ ലെവൽ 6 7 എത്രയാ? ഞാൻ 7 കണ്ടായിരുന്നു. ഞാൻ 6 ആന്ന് തോന്നുന്നു. എന്തായാലും റിപ്പോർട്ട് ചെയ്ത് വെക്കാം. വീഡിയോ കണ്ടപ്പോൾ തന്നെ ഏകദേശം ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം മനസ്സിലായല്ലോ. ഞങ്ങൾക്ക് മാത്രമല്ല മിക്കവർക്കും പറ്റിയുണ്ട് അബദ്ധം. മാപ്പിലൊരു കള്ളിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അത് നോക്കിയാണ് മിക്കവരും വന്നേക്കണം നീലക്കുറിഞ്ഞി കാണാൻ വേണ്ടി. പക്ഷെ ആ കള്ളിപ്പാറയിൽ നീലക്കുറിഞ്ഞി ഇല്ല. ഇവിടെ നിന്നൊരു 40 കിലോമീറ്റർ മാറി, 40-45 കിലോമീറ്റർ മാറിയാണ് ശരിക്കുള്ള നീലക്കുറിഞ്ഞി പൂത്തേക്കണത്. പക്ഷേ ആൾക്കാരുകളൊക്കെയും ഈ കള്ളിപ്പാറയുടെ ലൊക്കേഷനിൽ കൊണ്ടുപോയിട്ടാണ് നീലക്കുറിഞ്ഞി പൂത്തതിൻ്റെ ഫോട്ടോയ്ക്ക് ഇട്ട് വെച്ചേക്കണേ. ഒരുവിധം ഇങ്ങനെ ഫോട്ടോ ഇട്ടുകൊണ്ട് തന്നെ കുറേ പേര് അബദ്ധം ഉണ്ടാക്കി ലൊക്കേഷൻ തെറ്റി വന്നേക്കാം. അപ്പം മാപ്പിലുള്ള സ്ഥലമൊക്കെ ഞങ്ങൾ റിപ്പോർട്ട് അടിച്ച് കളഞ്ഞു. ആ ഫോട്ടോയ്ക്കും തെറ്റാന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് അടിച്ച് കളഞ്ഞു. അവിടെ നിന്ന് പിന്നെ ശരിക്കുള്ള കള്ളിപ്പാറയിലേക്ക് ഞങ്ങൾ പോവാണ്. ഇങ്ങനെ പോണ റൂട്ടിൽ ആണിത്. എന്ത് വേണം? അവന്മാരെ വെയിറ്റ് ചെയ്യണോ? അത് നോക്കാനെ പോവാല്ലേ? കുറച്ചേരം വെയിറ്റ് ചെയ്യാം. 39 മിനിറ്റ് 23 കിലോമീറ്റർ. നമ്മള് വെയിറ്റ് ചെയ്താൽ അവർ എത്തില്ല. കാര്യം ഭയങ്കര കയറ്റല്ലേ. അല്ല അത് ശരിയാണ്. കാരണം വന്നതും ആ ഗട്ടറൊക്കെയും ചാടി വരുമ്പോഴേക്കും ഒരു ടൈം ആവും.
മറ്റേ വഴിയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ നമുക്കിനിപ്പോൾ ഏറ്റവും എളുപ്പമുള്ളത് ഇതാണ്. അല്ലെങ്കിൽ കുറേ കിലോമീറ്റർ കറങ്ങണം. നമുക്ക് എന്തായാലും വഴി തെറ്റി വന്നതല്ലേ. എന്താ പറയണ്ടേ? ലൈവാ? ആ ഓക്കെ ഓക്കെ ഓക്കെ, അയക്കാം. അവർ കാറിൽ നിന്ന് ഗൂഗിൾ മാപ്പ് ഇട്ടുകൊണ്ട് തന്നെ അവർക്ക് വേറെ റൂട്ടാണ് കാണിച്ചു കൊടുത്തത്. ഞങ്ങൾക്ക് പിന്നെ ബൈക്ക് ആയതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പ വഴികളും കുറച്ച് ഇടുങ്ങിയ വഴിക്കൂടേക്കും പോകാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഗൂഗിൾ മാപ്പ് ഞങ്ങൾ 2 പേരെ അങ്ങോട്ട് തിരിപ്പിച്ച് 2 വഴിക്കായിട്ട് അങ്ങോട്ട് വിട്ട്. ഇടയ്ക്ക് എന്തായാലും കൂട്ടി യോജിക്കാതിരിക്കൊന്നുമില്ല, ഒരേ സ്പോട്ടിലേക്കാണല്ലോ പോണേ. എന്നാ റോഡിൻ്റെ മൊത്തത്തിലെടുത്തേക്കണേ. ഒന്നേ വഴി ബ്ലോക്കാണ്. അപ്പോൾ ജാഥ നടത്താണ്, കുഴപ്പമൊന്നുമില്ല. എന്നാൽ റോഡിൻ്റെ ഇത്രയ്ക്കും ഭാഗം കൊടുക്കണോ ഒരു ജാഥ പോകാനായിട്ട്? കണ്ടു കഴിഞ്ഞിട്ട് എന്തോ പോലെ. അവർക്ക് കുറച്ചുകൂടി അടുപ്പിച്ച് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജാഥ നടക്കും, ട്രാഫിക് ബ്ലോക്കും ഉണ്ടാക്കാൻ പറ്റൂല. പിന്നെന്താണ്, കിട്ടുന്ന റോഡ് വെച്ച് ഞാൻ കയറിപ്പോയി എൻ്റെ ഇടയിൽ കൂടെ. ഗൂഗിൾ മാപ്പ് മൊത്തം ചതിയാണല്ലോ. എത്ര കിലോമീറ്റർ? 7 കിലോമീറ്ററാ? ആ, ഇതിൽ കൂടെ പോയി കഴിഞ്ഞാൽ എത്തൂല അല്ലേ? വഴിയില്ല അല്ലേ? ബൈക്ക് കയറി പോവോ? 2 കിലോമീറ്റർ പോകും. ഓ, ഏകദേശം അങ്ങനെ സ്ഥലം എത്തി. പക്ഷേ ബ്ലോക്ക് ചെറുതൊന്നുമല്ല. അതിരാവിലെ എത്താൻ പറ്റിയെങ്കിൽ ഇത്രയ്ക്കും ബ്ലോക്ക് കിട്ടൂലായിരുന്നു. പക്ഷേ നല്ല 1.5 ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ പത്രത്തിൽ വരെ ഉണ്ടായിരുന്നല്ലോ നീലക്കുറിഞ്ഞി കാണുന്നതിൻ്റെ ഉള്ള തിരക്ക്. അങ്ങനെ പെട്ടുപോയി ഗൈസ്. കുറച്ച് റീലൊക്കെയും കണ്ട് നീലക്കുറിഞ്ഞി കാണാനുള്ള ഒരു എക്സ്പെക്റ്റേഷനിലേക്കും പോയതാണ്. പക്ഷേ റിയാലിറ്റി കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ആഹാ എന്താ തിരക്ക്. നടക്കുമ്പോൾ തന്നെ തെന്നലുള്ള വഴിയും. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞെ കാട്ടിക്കൂടെയൊക്കെ ഷോർട്ട് കട്ട് കിടക്കുന്നുണ്ട്. അതിൽ കൂടെയൊക്കെ കയറി പോകുമ്പോൾ നല്ല രസമുണ്ട്. അങ്ങനെ നടന്ന് ദേ ആ അറ്റത്തുള്ള മലയിലാണ് നീലക്കുറിഞ്ഞുള്ളത്. ആൾക്കാർ നടന്നു പോകണുണ്ടില്ലേ. അങ്ങനെ അവിടെ വരെ ഇനിയും ഈ കൊലവെയിലത്ത് നടക്കണം. കുഴപ്പമില്ല. അങ്ങനെ 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞിയാണ് ഇപ്പോൾ കാണുന്നത്. കുറച്ചുകൂടി പീസായിട്ടുള്ള സ്ഥലമാണ് എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷേ ആൾക്കാരുടെ തിരക്കും സ്വാഭാവികം ഉണ്ടാവും. എന്നാലും ഏറ്റവും തിരക്കാവണ സമയത്തിനേക്കാൾ മുമ്പ് ഞങ്ങളെത്തി. എന്നുവെച്ചാൽ കുറച്ചും കൂടി ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും കൊലത്തിരക്കാണ്. അത് ഞങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റി. തൊട്ടപ്പുറം കാണുന്ന ഒരു മല കണ്ട, അതാണ് ചതുരംഗപ്പാറ. അതിൻ്റെ വീഡിയോ ഞാൻ 2 എണ്ണം ഇട്ടിട്ടുണ്ട്. അവിടേക്ക് പോകാനുള്ള റൂട്ട് വേറെ വഴിയാട്ടോ. തൊട്ടടുത്ത് തന്നെയുള്ള ഈ റോഡൊന്നുമല്ല, കുറച്ച് കറങ്ങിപ്പോണം. അതാണ് ചതുരംഗപ്പാറ. അങ്ങനെ കുറച്ചധികം സമയം ഇവിടെ ചിലവഴിച്ച് നീലക്കുറിഞ്ഞിയൊക്കെ കണ്ട് കുറച്ച് നല്ല ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് വൈബൊക്കെ അടിച്ച് ഇവിടെ നിന്ന് അങ്ങനെ പോവാണ്. അപ്പോൾ ഇതാണ് നീലക്കുറിഞ്ഞി. അങ്ങനെ അതിൻ്റെ വീഡിയോ ഇതോടെ അവസാനിക്കുകയാണ്. വീഡിയോ വരാൻ കുറച്ച് അധികം വൈകിപ്പോയി. ഇത്രയ്ക്കും വൈകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. കുറച്ചും കൂടി അധികം യാത്രകളിലേക്ക് വീഡിയോ കിടക്കുന്നുണ്ട്. അത് ഉടനെ വരണ്ടാവും. പക്ഷേ ഇതുപോലെ വൈകൂല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.
ഇനിയും കുറച്ചും കൂടി അടിപൊളി യാത്രകളുടെ കുറച്ച് ക്ലോസ് കോളൊക്കെ ഉള്ളൊരു വീഡിയോ ഒക്കെ ഇനി വന്നുണ്ട് വയനാടൊക്കെ പോയതിൻ്റെ. അപ്പോൾ എന്തായാലും അത് ഉടനെ വരണ്ടാവും. അടുത്ത വീഡിയോ വരുന്നവരെ പീസ് ഔട്ട്.